ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് ഇമാം ദഹബി ഞങ്ങളുടെ മാതൃകയായിരുന്നു. ഇബ്നു ഹജർ തങ്ങൾ പറയാം, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയാം. എന്നിട്ട് ഫലമ്മ ശരിബത്തു സംസം, പരിശുദ്ധമായ സംസം വെള്ളം ഞാൻ കുടിച്ചപ്പോൾ നവൈതു, ഞാൻ നിയ്യത്ത് വെച്ചു. സംസം കുടിക്കുമ്പോൾ നിയ്യത്ത് വേണമെന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയാം. ഇബ്നു ഹജർ അസ്ഖലാനി അൽ മുഹദ്ദിസ് റബ്ബാനി മഹാനവറുകൾ പറയാണ്, ഞാൻ സംസം കുടിച്ചപ്പോൾ നിയ്യത്ത് ചെയ്തു അൻ അസ്വില ഫീ ഹിഫ്ദിൽ ഹദീസ് ഇലാ മാ വസല ഇലൈഹി ദഹബി, ഹദീസ് പഠിക്കാൻ ഇമാം ദഹബിയെ പോലെ എനിക്ക് സാധിക്കണം എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ സംസം കുടിച്ചു. ഫലമ്മാ വസൽതു ഇലാ മാ വസൽതു തമന്നൈതു ലൗ കുന്തു സിത്തു. അങ്ങനെ അല്ലാഹു എനിക്ക് ഇൽമു തന്നു, ഹദീസ് പഠിക്കാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് ഹദീസുകളും ഹദീസിന്റെ സനദുകളും മത്നുകളും പഠിക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു, റബ്ബേ ഇമാം ദഹബിയെ പോലെ ആവണം എന്ന് കൊതിച്ചതിൽ നിന്ന് ഒരൽപ്പം കൂടെ കൂടുതൽ ചോദിക്കാമായിരുന്നു അള്ളാഹുവിനോട് എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പറയാം. കുന്നാ നഉദ്ദുഹു ഖുദ്വതൻ ലനാ ഫീ സുബാന. വലിയ പണ്ഡിതരെ കണ്ടുകൊണ്ടാണ് നമ്മൾ വളരേണ്ടത്. അവിടെ എത്തണം എന്ന ആഗ്രഹം വേണം. ആലിമീങ്ങൾ വളരെ കുറവാണ്. ദീനിന്റെ ഖാദിമീങ്ങൾ ഒരുപാടുണ്ട്, ദാഇകൾ ഒരുപാടുണ്ട്. നമ്മൾ ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ സ്വഹീഹുൽ ബുഖാരി മുഴുവൻ നമ്മൾ ഒരു ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? സ്വഹീഹുൽ ബുഖാരി മുഴുവൻ, സ്വഹീഹ് മുസ്ലിം മുഴുവൻ നമ്മൾ ഖറഅ അലൈഹി ഒരു ഉസ്താദിന്റെ അടുത്ത് ഓതിയിട്ടുണ്ടോ? സുനദു തിർമിദിയോ ഇബ്നു മാജയോ അബൂ ദാവൂദോ ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹോ ഇബ്നു ഖുസൈമ തങ്ങളുടേതോ ഇബ്നു അബി ദുന്യ തങ്ങൾ, നമ്മൾ ഏത് കിതാബുകളാണ് മുഴുവൻ ഒരു ഉസ്താദിന്റെ ഗുരുനാഥന്റെ മുമ്പിൽ ഓതിയിട്ട്? ഏതെങ്കിലും തഫ്സീറുകൾ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മുഴുവനായി നമ്മൾ തഫ്സീർ ഒരു പണ്ഡിതനിടെ ഓതാൻ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചില നുബുതകൾ, ചില സാമ്പിളുകൾ മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആലിം എന്ന് പറയാൻ കഴിയില്ല. ആലിമിന് ഉണ്ടായിരിക്കേണ്ട ചില സിഫാത്തുകളെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആ സിഫാത്തുകളെത്തിയവർ സ്വഹാബികളിൽ 21 പേര് മാത്രമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളടക്കം, സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളടക്കം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളടക്കം സ്വഹാബികളിൽ 21 പേര് മാത്രം. സിദ്ദീഖ് തങ്ങളും ഉമർ എന്നവരും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും അവരിൽ പെടും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മനുഷ്യന് വലിയ 2 അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇമാം ഖസാലി തങ്ങൾ പറയുമായിരുന്നു, അൽ അഖ്ലു വഹ്യും മിനദ് ദാഖിൽ വൽ വഹ്യു അഖ്ലും മിനൽ ഖാരിജ്. നമ്മുടെ മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 2 മസ്ദറുകളാണ് അല്ലാഹു മനുഷ്യന് ഇൽമിന് നൽകിയത്. വിജ്ഞാനം ലഭിക്കുന്ന 2 ഉറവിടങ്ങളാണ്. അതിലൊന്ന് അഖ്ലാണ്, മറ്റൊന്ന് വഹ്യാണ്. അഖ്ൽ എന്ന് പറയുന്നത് വഹ്യും മിനദ് ദാഖിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വഹ്യാണ്. വഹ്യ് എന്ന് പറയുന്നത് അഖ്ലും മിനൽ ഖാരിജ്, പുറത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന അഖ്ലാണ്. അത് ബുദ്ധിയാണ്, പക്ഷേ നമുക്കുള്ളിലല്ല, അത് പുറത്തുനിന്ന് പടച്ച തമ്പുരാൻ തരണം. അതാണ് വഹ്യ്. വഹ്യ് എന്നത് പുറമേ നിന്ന് ലഭിക്കുന്ന ബുദ്ധിയും, ബുദ്ധി എന്ന് പറയുന്നത് അകത്ത് നിന്ന് ലഭിക്കുന്ന വഹ്യുമാണ്. എന്തൊരു മനോഹരമായ വാക്കാണിത്. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയാം, ഈ 2 സോഴ്സുകളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു ഉലമാഇനെ വളർത്തിയെടുത്തത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. മനുഷ്യനായത് അറിവ് കൊണ്ടാണ്, ഇൽമു കൊണ്ടാണ്.
ഇൽമില്ലായിരുന്നുവെങ്കിൽ, ജ്ഞാനമില്ലായിരുന്നുവെങ്കിൽ, അറിവില്ലായിരുന്നുവെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. ആദം നബിയെ മലക്കുകൾക്ക് സർവ്വ വസ്തുക്കളുടെയും ഇസ്മുകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. മാലാഖമാരുടെ ഒരു ലോകം, മനുഷ്യൻ കാണാത്ത ഒരു ലോകമാണ്. അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളെ വിശ്വസിക്കുന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസകർമ്മങ്ങളിൽ 6-ൽ 1ആണത്. അൽ ഈമാനു ബിൽ മലായിക ഖൽഖുൻ നൂറാനി, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, നമ്മുടെ ഭൗതിക കണ്ണുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത, അഖലുള്ള, ദിഹിനുള്ള, ത്വാഅത്തുള്ള, പടച്ചവൻ അനുസരിക്കുന്ന ബുദ്ധിയും വിവേകവുമുള്ള, എന്നാൽ മനുഷ്യന് കാണാനൊക്കാത്ത അല്ലാഹുവിന്റെ പവിത്രങ്ങളായ സൃഷ്ടികളാണ് അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലേ? ആ മലക്കുകളെക്കാൾ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു ആദരിച്ചതും ബഹുമാനിച്ചതും അവരെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചതും ഏത് കാരണം കൊണ്ടാണ്? ഇൽമു കൊണ്ടാണ്. അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. അറിവില്ലായിരുന്നെങ്കിൽ നമ്മളും ജീവജാലങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? മനുഷ്യനെന്ന് ഹമ്മുഹും അൽ ബത്നു വൽ ഫർജ്, മനുഷ്യൻ 2 ആഗ്രഹങ്ങളുടെ പിന്നിൽ ഓടുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് മനുഷ്യന്റെ ഹിസ് ബെല്ലി, മനുഷ്യന്റെ വയറ്. മറ്റൊന്ന് മനുഷ്യന്റെ സെക്ഷൽ അപ്പറ്റൈറ്റ്സ്, മനുഷ്യന്റെ വൈകാരികമായ ദാഹം. മനുഷ്യന്റെ വികാരത്തെ ശമിപ്പിക്കാനും മനുഷ്യന്റെ വയറിന് ഇഷ്ടമായ ഭക്ഷണം നൽകാനും മനുഷ്യൻ ഏറെ സമയം കണ്ടെത്തുന്ന ഒരു കാലം, ധാർമ്മിക ച്യുതിയുടെ ഒരു കാലഘട്ടമായി അന്ത്യനാളിനെ വിവരിച്ചെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷൻസ് ലോകത്ത് ഇല്ലാതെ വരും. ബുദ്ധിപരമായ മനുഷ്യന്റെ ഇടപെടലുകൾ വെറുതെ സമയം കളയാൻ. മനുഷ്യൻ അല്ലാഹു നൽകുന്ന വഹ്യും മിനദ് ദാഖിൽ, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹ്യാണ് മനുഷ്യന്റെ അഖ്ല്, മനുഷ്യന്റെ ബുദ്ധി. വഹി എന്ന് പറയുന്നത് അഖ്ലും മിനൽ ഖാരിജ്. ഈ 2 അഖ്ലുകളെയും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ആ മനുഷ്യന് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ധർമ്മം, ഇതിന്റെ ദൗത്യം എന്താണെന്ന് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അഖ്ല ലിൽ കാഫിർ അൽ കാഫിറു ലാ അഖ്ല ലഹു എന്ന് ഹബീബുനാ തങ്ങൾ പറയാൻ കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവനിഷേധിയായ ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണം എന്ന് പോലും ആലോചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഒരു വസ്തുവും സ്വയമേ ഉണ്ടാവുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് ലാ അഖ്ല ലഹു, ആ മനുഷ്യന്റെ ബുദ്ധിയേ ഇല്ല എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? അഖ്ലു വഹ്യും മിനദ് ദാഖിൽ, മനുഷ്യന്റെ അഖ്ല് കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന സംഗതിയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു പടച്ചവനില്ല, അവരെയാ കാഫിർ എന്ന് പറയാം. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാ, ഒരു സൃഷ്ടാവില്ല. ഇന്ന് സയൻസിന്റെ ഈ ലോകത്ത് ഒരാൾക്കത് പറയാൻ കഴിയില്ല. എന്തേന്നറിയും? നമുക്കൊക്കെ നമ്മുടെ കോശങ്ങളിൽ DNA എന്ന് പറഞ്ഞ സാധനമുണ്ട്. DNA-യിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, ഒരു ചെറിയ മാനിപ്പുലേഷൻ, എന്തെങ്കിലും DNA സെല്ലുകളെ നമ്മൾ ശാസ്ത്രകാരന്മാർ മാറ്റിമറിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുച്ചൂടും അത് മാറ്റാൻ കഴിയുന്ന DNA എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ അടിക്കടിക്ക് വെച്ചതാണ്. DNA എന്ന് പറയുന്നത് വളരെ മുഅക്കദായ മഅലൂമാത്തുകളാണ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻഫർമേഷൻ. അതൊരിക്കലും ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാവുക സാധ്യമല്ല. എങ്ങനെ DNA ഉണ്ടായി മനുഷ്യന്റെ ബീജകോശങ്ങളിൽ? أم خلقوا من غير شيء أم هم الخالقون.
വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ബുദ്ധിയോട്, ഉള്ളിൽ കിടക്കുന്ന വഹി, അതായത് ബുദ്ധിയോട് ഖുർആൻ സംവദിക്കുന്നത്. ഖുർആൻ വേണമെങ്കിൽ 2 പേജ് മതിയായിരുന്നു വിശുദ്ധ ഖുർആൻ പൂർത്തിയാവാൻ, അല്ലെങ്കിൽ അതും വേണ്ട, 2 പേജ് മതി. അർക്കാനുൽ ഇസ്ലാമും അർക്കാനുൽ ഈമാനും ആഖിറത്തെ കുറിച്ചുള്ള ഏതാനും ചില വരികളും ഇത് മതിയാകുമായിരുന്നു. പക്ഷേ 6236 ആയത്തുകളാണ്. 6236 ആയത്തുകൾ. 666 എന്ന് പറയാറുണ്ട്, പറയാൻ എളുപ്പമുള്ളതാണ്. അത്ര ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാ. 6236 ആണ്. 6236 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് സംവദിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ ചർച്ച ചെയ്യാൻ, മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. 1-2 പേജുകൾ മതിയാകാകുമായിരുന്ന വഹിയ 9 പേജുകളുള്ള കിതാബുകൾ അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു. 9 പേജുകളേ ഉള്ളൂ. ഖുർആൻ എത്ര പേജുകളാണ്? 500-ലേറെ 600-ലേറെ പേജുകളാണ്. ഓരോ വരികൾക്കും 100 കണക്കിന് പേജുകൾ വ്യാഖ്യാനം എഴുതേണ്ടി വരും. എന്തിനിതൊക്കെ? മനുഷ്യന്റെ മനസ്സിനോട് അല്ലാഹു സംവദിക്കുകയാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ള ധർമ്മം ഈ വിശുദ്ധ വചനങ്ങളെ പഠിക്കുക തന്നെയാണ്. ഈ വിശുദ്ധ വചനങ്ങളുടെ ഗാഢമായ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മനുഷ്യരിൽ പ്രത്യേകിച്ച് പണ്ഡിതർ ചെയ്യേണ്ട ദൗത്യം. അല്ലാഹു മനുഷ്യനോട് സംവദിക്കുകയല്ലേ. പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു സൃഷ്ടാവില്ലാതെ, ഒരു ഡിസൈനർ ഇല്ലാതെ, ഒരു ഇന്റലിജൻസ് സോഴ്സ് ഇല്ലാതെ DNA ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സയൻസാ പറയുന്നത്. ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചാൽ ചാറ്റ്ജിപിറ്റി പറഞ്ഞിരുന്നുണ്ട്. ഞാൻ അതിനോട് ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ചാറ്റ്ജിപിറ്റിക്ക് വേറൊരു ഇന്റലിജൻസ് ഉണ്ട്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിക്ക് വേണ്ട രീതിയിൽ മറുപടി തരാൻ മൂപ്പർക്ക് കഴിയും. നിങ്ങളൊരു അവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറുപടി തരാനും ചാറ്റ്ജിപിറ്റിക്ക് കഴിയും. അതൊരു അന്തിമമാക്കല്ല. മനുഷ്യന്റെ അക്കല് നോക്ക്. അല്ലാഹു ചോദിക്കുകയാണ്, ഈ സങ്കീർണമായ മനുഷ്യനെ കുറിച്ചുള്ള അറിവ്, ഒരു വാപ്പയുടെ ബീജത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആ പിതാവിന്റെ നഖത്തിന്റെ കളർ പോലും, വിരലിന്റെ രൂപം പോലും, ചുണ്ടും പല്ലുകളും കണ്ണും കൺപുരികവും തലമുടി പോലും, എന്തിനേറെ ചിരിയും ശബ്ദം പോലും ആ കുഞ്ഞിലേക്ക് കൈമാറുന്നത് DNA എന്ന് പറയുന്ന അതിസങ്കീർണമായ വൈജ്ഞാനിക എൻസൈക്ലോപീഡിയകളിലൂടെയാണ്. ഇതില്ലെങ്കിൽ മനുഷ്യനില്ല. മിൻ നുത്ഫത്തിൻ ഖദ്ദറഹു, മിൻ നുത്ഫത്തിൻ ഖദ്ദറഹ. അല്ലാഹു വളരെ മനോഹരമായി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു നുത്ഫയിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന് അല്ലാഹു പറയുന്നിടത്ത് DNA പോലെയുള്ള അതിസങ്കീർണമായ വിവരങ്ങളെ അല്ലാഹുവാണ് അതിന്റെ ഉള്ളിൽ വെച്ചത്. മനുഷ്യന് ചെയ്യുക സാധ്യമല്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. ഖുർആൻ ചോദിക്കുകയാണ്. ഖുർആനിൽ പരന്നു കിടക്കുകയാണ് ചോദ്യങ്ങൾ. നിങ്ങൾ പറയൂ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. ആരും സൃഷ്ടിക്കാതെ നിങ്ങൾ താനേ ഉണ്ടായതാണോ? അല്ലാഹു ഖാലിഖാണെന്ന് ഖുർആനിന്റെ വളരെ വളരെ സ്വരീഹായ നസ്സാണ്. പക്ഷെ അല്ലാഹു അഖലിനോട് സംവദിക്കുകയാണ്, മനുഷ്യനോട് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കേണ്ട കാര്യം പടച്ചവനുണ്ടോ? ഞാൻ ഖാലിഖാൻ, അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാഹു ചോദിക്കുകയാണ് ബുദ്ധിയോട്. അൽ വഹ്യു മിനദ് ദാഖിൽ. മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹയിനോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ മനുഷ്യരെ, നിങ്ങളാണോ ജനിപ്പിച്ചത്? ആണോ? അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും ലോകത്ത് സുന്ദരനും സുന്ദരിയായിട്ട് വരൂലേ? അതിബുദ്ധിമാനിയായിട്ട് വരൂലേ? വാപ്പക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വാപ്പയുടെ നുത്ഫ ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേർന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ നുത്ഫത്തിൻ അംഷാജിൻ, ഉമ്മയുടെ അണ്ഡവും പിതാവിന്റെ ബീജവും കൂടിച്ചേർന്ന അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്, അതിനെ പടക്കുന്നതാരാ? വാപ്പയാണോ? അല്ല. ഉമ്മയാണോ? അല്ല. ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഉമ്മയും വാപ്പയും അല്ല. അല്ലാഹു ചോദിക്കുക, നിങ്ങളാണോ?
അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ അതല്ല നിങ്ങളാണോ നിങ്ങളെ പടച്ചത്? രണ്ട് ചോദ്യം. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? അതെന്തായാലും സാധ്യമല്ല. ഈ മൈക്കൊക്കെ ഇവിടെ വെറുതെ വന്നിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കൂ? ഒരാളോട് വെച്ചതാണ്, ഇവിടെ പ്ലേസ് ചെയ്ത, ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാ ഒരു കമ്പ്യൂട്ടർ. അത് വെറുതെ ഉണ്ടായി എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ ഒരാൾ ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ മൈൻഡ്, ഒരു ബദീആയ മുസവ്വിറായ ഖാലിഖായ ബദീആയ അല്ലാഹു അതിന്റെ പിന്നിലുണ്ട്. അത് പഠിപ്പിക്കാനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അൽ അഖ്ലു മിനൽ ഖാരിജ്, പുറത്ത് കിടക്കുന്ന ഒരു ബുദ്ധിയുമായി വഹയുമായി അഷ്റഫുൽ ഖൽഖിനെ, ലോകത്തെ പ്രവാചകന്മാരെ മുഴുവനും സ്വലവാതു റബ്ബി വസലാമുഹും അലൈഹിം അജ്മഈൻ, അവരെല്ലാം കടന്നു വന്നത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹയിനെയും പുറമെ നിന്ന് കിട്ടുന്ന രണ്ട് വഹയുകളെ, രണ്ട് അഖ്ലുകളെ മനുഷ്യന് ബോധിപ്പിച്ചു തരാനാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? ഒരിക്കലുമല്ല. മനുഷ്യനാണോ മനുഷ്യനെ പടച്ചത്? അതുമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളല്ല വെറുതെയുമല്ല. എന്നാൽ നിങ്ങളോ വെറുതെയോ അല്ലാത്ത വേറെ ഒരു മാസ്റ്റർ മൈൻഡ്, ഒരു ജീനിയസ് ആയ ഒരു എഞ്ചിനീയറിംഗ് ഈ സൃഷ്ടിപ്പിന്റെ പിറകിൽ കിടന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിന്റെ പിറകിൽ കിടക്കുന്ന സോഴ്സാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. നിങ്ങൾക്ക് സൃഷ്ടി ചെയ്തു തന്ന, ഖൽഖ് ചെയ്തു തന്ന ഓരോ കുഞ്ഞിന്റെയും ഓരോ ഇലയുടെയും മണൽ തരികളുടെയും വായുവിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് വാതകങ്ങളുടെയും കണികകളെ അതിസൂക്ഷ്മമായി പടച്ചു തന്ന ഒരു ഖാലിഖുണ്ട്. ആ ഖാലിഖിനെ അറിയാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഖാലിഖിനെ അറിയാനാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യന്റെ മുമ്പിൽ കിടക്കുന്ന തുറന്ന പുസ്തകം, കിതാബ്, അത് ഖൽഖാൻ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഹാദാ ഖൽഖുല്ലാഹ് അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. These are the creations of God Almighty, and show me what did the other gods create. വളരെ മനോഹരമായ ഒരു ചോദ്യം. ഇതൊക്കെ അല്ലാഹ് പടച്ചതാണ്. പടച്ചവനല്ല എന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങൾ പറഞ്ഞു തരണം, പടച്ചവനല്ലാത്തവർ ഇവിടെ എന്താ പടച്ചു വെച്ചിട്ടുള്ളത് എന്ന്. മനുഷ്യന്റെ ബുദ്ധിയോടാണ് ഖുർആൻ സംവദിക്കുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. മനുഷ്യന് ചർച്ച ചെയ്യാനും പറയാനും പഠിക്കാനും ഓർത്തടക്കാനും ഗണനം ചെയ്യാനും ഗഹനം ചെയ്യാനും ഇതിനേക്കാൾ മനോഹരമായ ഒരു ടെക്സ്റ്റ്, ഇതിനേക്കാൾ മനോഹരമായ ഒരു വാചകം, ഒരു കലിമത്ത് അല്ലെങ്കിൽ ഒരു കലാം മനുഷ്യന്റെ മുമ്പിലില്ല. അഹ്സനൽ ഹദീസ്, the most beautiful words of wisdom. ഇത് ഇറക്കി തന്നത് അല്ലാഹുവാണ്. നബിയേ, പുണ്യ നബി തങ്ങളാണോ? അല്ല. എന്തുകൊണ്ടല്ല? തങ്ങളുടെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനെങ്കിൽ ഇവിടെ ഇരിക്കുന്ന റഹീമുകളായ ഉസ്താദുമാർ നിങ്ങൾ ഹദീസ് ഓതിയവരാണ്. ഹദീസുകളുടെ നസ്സുകൾ എടുത്തു വെച്ചിട്ട് ഖുർആന്റെ നസ് ഇവിടെയും വെക്കുക. പുണ്യ നബി തങ്ങൾ പറഞ്ഞ സ്വരീഹായ ഹബീബിന്റെ കലാമായ വിശുദ്ധമായ ഹദീസ്, ആ ഹദീസിന്റെ വാക്കുകളും ഹദീസിന്റെ ശൈലിയും വിശുദ്ധ ഖുർആനിന്റെ ശൈലിയും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഹദീസ് ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടത്, ഹദീസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് വിശുദ്ധ ഖുർആൻ നബിതങ്ങളുടെ വാക്കല്ല എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. ഹബീബിന്റെ വാക്കാണെങ്കിൽ ഹദീസിന്റെയും ഖുർആനിന്റെയും ശൈലി ഒരുപോലെയാവണം. അല്ലല്ലോ, രണ്ടും വ്യത്യസ്തമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് ഏത് റിവായത്ത് ഹഫ്സിന്റെ ശൈലിയിൽ ഓതിയിട്ടും കാര്യമില്ല. അത് ഹദീസാണെന്ന് ഭാഷയുടെ സൗഖ് അഭിരുചിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു ദീനിനെ ഹിഫ്ള് ചെയ്യുന്ന രീതിയാണ്. വളരെ മനോഹരമാണ്, വളരെ മനോഹരമാണ്, വളരെ മനോഹരം.
വിശുദ്ധ നബി തങ്ങൾ പറയുന്നു, ഇത് ഞാൻ എന്റെ വകയായി കൊണ്ടുവന്നതല്ല, മിൻ തിൽഖാഇ നഫ്സി, ഞാൻ കൊണ്ടുവന്നതല്ല, ഇതെനിക്ക് കിട്ടിയതാണ്, അല്ലാഹു എനിക്ക് അവതരിപ്പിച്ചു തന്നതാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ, വിശുദ്ധ ഖുർആനിന്റെ യുഫസ്സിറു ബഅദുഹു ബഅദാ, ഖുർആനിന്റെ ചില ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ. മുതശാബിഹിന്റെ ഒരർത്ഥം അതാണ്, യുഫസ്സിറു ബഅദുഹു ബഅദാ വയുഅവ്വിലു ബഅദുഹു ബഅദാ വയുഅവ്വിലു ജുസ്ഉഹു ജുസ്ആ. ഖുർആനിന്റെ ഓരോ ഭാഗവും ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ്, പൂരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സൂറത്ത് പഠിച്ചിട്ട് കാര്യമില്ല, ഖുർആൻ മുഴുവൻ പഠിക്കണം. ഖുർആൻ മുഴുവൻ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫലമ്മാ ഹലക, സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മഹാനവറുകൾ വഫാത്തായപ്പോൾ എന്ന് പറയാൻ അല്ലാഹു തആല ഫലമ്മാ ഹലക, യൂസുഫ് അലൈഹിസ്സലാം ഹാലിക്കായപ്പോൾ, അങ്ങനെ പറയോ പഠിച്ചോനെ? ഫലമ്മാ തുവഫിയ ഫലമ്മാ മാത, അങ്ങനെയല്ലേ പറയുള്ളൂ. എന്തേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഹലക എന്ന് പ്രയോഗിച്ചത്? അപ്പ മരിച്ചോ എന്ന് പറഞ്ഞു, മാത അബി എന്ന് പറഞ്ഞു ഒരാൾ ഓടി വരുമ്പോൾ, കരഞ്ഞു വരുമ്പോഴേ ഹൽ ഹലക അബൂഖ് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ഈ ചോദിച്ച ആളെ ചിലപ്പോൾ ആക്രമിച്ച് എന്റെ വാപ്പയെ ഇൻസൾട്ട് ചെയ്തു എന്നാ പറയാ. എന്തുകൊണ്ട് അല്ലാഹു അങ്ങനെ ഹലക എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞു? അതറിയണമെങ്കിൽ ആയത്തുൽ ഖലാലയെ കുറിച്ച് പറയണം. ആയത്തുൽ ഖലാലയിൽ പറഞ്ഞ അല്ലാഹു അവിടെ ഉപയോഗിച്ച് ഹലകം റുഉൻ എന്ന് പറഞ്ഞ ആ ഒരു ഹലക്കയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മക്കളില്ലായിരുന്നു, മക്കളില്ലാതെ മരിക്കുന്ന ഒരാൾക്ക് ഹലക എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഖുർആൻ മുതശാബിഹൻ യുക്മിലു ബഅദുഹു ബഅദാ, ഓരോ ഭാഗങ്ങൾ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളെ പൂർത്തിയാക്കി തരികയാണ്. മഅനകളെ സൗജും ഇംറഅത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ മുതശാബിഹാൻ, യുഫസ്സിറു ബഅദുഹു ബഅദാ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മഥാനി, നിരന്തരമായി ഓതി കേൾപ്പിക്കപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണിത്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, ലോകരക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ കോരിത്തരിക്കും ഖുർആനിന്റെ പാരായണം കേൾക്കുമ്പോൾ. ثم تلين جلودهم وقلوبهم إلى ذكر الله. ഈ വിശുദ്ധ വചനങ്ങളുടെ മാസ്മരികമായ ശക്തിയിൽ മനുഷ്യന്റെ തൊലിപ്പുറങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയം പോലും അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് മനുഷ്യന്റെ മനസ്സുകൾ ഇങ്ങനെ സാഗൂതം ശ്രദ്ധിക്കുന്നത് കാണാൻ കഴിയും. അത് വിശുദ്ധ വചനത്തിന്റെ പ്രത്യേകതയാണ്. ذَلِكَ هُدَى اللَّهِ, ഇത് അല്ലാഹു നൽകുന്ന സന്മാർഗമാണ്. യഹ്ദീ ബിഹി മൻ യശാ, സന്മാർഗം വേണം എനിക്ക്, ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ഞാനിവിടെ തോന്നുന്ന പോലെ ജീവിക്കേണ്ടവനല്ല എന്ന് തീരുമാനിക്കുന്ന മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ് ഖുർആൻ ഇവിടെ നിലകൊള്ളുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. യഹ്ദീ മൻ യശാ, അലാ മൻ യശാ, മൻ യശാഉൽ ഹിദായ. ആർക്ക് സന്മാർഗ ദർശനം വേണമോ അവർക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്നവരാരോ അവർക്ക് അല്ലാഹു ആർക്കാ സന്മാർഗ ദർശനം കൊടുക്കുന്നത്. അത് വേണമെന്ന് പറഞ്ഞതിലേക്ക് മുഖബിലായി വരുന്ന ആളുകൾക്ക്, എനിക്കത് വേണം എന്ന് ആലോചിച്ചു വരുന്നവർക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. എന്നല്ലാതെ അല്ലാഹു നമ്മളെ മജ്ബൂറാക്കിയതല്ല. ചില ആളുകൾക്ക് അത് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല. അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഖദാ അവിടെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ ഒരു ഇഖ്തിയാറിനെ ബന്ധപ്പെടുത്തിയാണ് ഹിദായത്തിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നത്. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞ ആ ഒരു വചനത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇമാം ദഹബിയെ കുറിച്ച് അങ്ങനെ ഒരു പണ്ഡിതനായി, ഹദീസിന്റെ ഹിഫ്ദ് എനിക്ക് വേണം പടച്ചവനെ, അല്ലാഹു എനിക്ക് ഹിഫ്ദ് വേണം, ഹദീസ് മനഃപാഠമാക്കണം, ഹദീസ് പഠിക്കണം, ഇമാം ദഹബിയെ പോലെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് സംസം കുടിച്ച മഹാനവറുകൾ.
ഇമാം ദഹബി തങ്ങള് ബിദ്അത്തുകാരൊക്കെ പറയും അവര് ബിദ്അഈ ആശയക്കാരനാണെന്ന്. അങ്ങനൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു അലം. ഇമാം ദഹബി തങ്ങൾ ഇബ്രാഹിമുൽ ഹർബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാക്ക് മഹാനായ മഅറൂഫുൽ ഹർഖി തങ്ങളെ സംബന്ധിച്ച് തർജമ ചെയ്തിടത്ത് വഖബ്റു മഅറൂഫിൻ അത്തിരിയാഖുൽ മുജറബ്, ഇത് രേഖപ്പെടുത്തിയത് ഇമാം ദഹബി തങ്ങളാണ്. ഇമാം മഹാനായ മഅറൂഫുൽ ഹർഖി തങ്ങൾ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയ, ആ വലിയിന്റെ ഖബർ അത്തിരിയാഖുൽ മുജറബ്. അത്തിരിയാഖുൽ മുജറബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശമനം ലഭിക്കുന്ന മരുന്നാണ് ആ മഹാന്റെ ഖബർ എന്ന് ഇമാം ഇബ്രാഹിമുൽ ഹർബി തങ്ങൾ പറഞ്ഞതിനെ മഹാനവറുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശരിവെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിലായത്തിന്റെ മർത്തബയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഖബറിനെ സംബന്ധിച്ച് വഖബറുഹു യുസാർ, സിയാറത്ത് ചെയ്യപ്പെടുന്ന ഖബറാണ് അദ്ദേഹത്തിൻ്റെത് എന്നൊക്കെ പല മഹാന്മാരെ കുറിച്ചും ആ ദഹബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആശയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ. പക്ഷേ ചാപ്പയടിച്ചിട്ട് ഇവർ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളല്ലേ ഈ പറയുന്നത്, കുന്നാ നഉദ്ദുഹു ഖുദ്വതൻ ലനാ ഫീ സുബാന. ഹദീസിന്റെ ഹിഫ്ള് എനിക്കത് വേണം. എന്തുകൊണ്ട്? അത് ഖുർആനിന്റെ ഹിഫ്ളാണ്. ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത് ഹദീസിന്റെ സംരക്ഷണത്തിലൂടെയാണ്. ഇപ്പൊ ഖുർആനിൽ ചില കാര്യങ്ങളുണ്ട്, ഖുർആനിലുള്ളതേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ, ഹദീസ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ ഖുർആൻ ഓതാത്തവരാണ്. ആ ഓതുന്നവർക്ക് അറിയാലോ, അതിലൊരു ആയത്തുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. എന്റെ റസൂല് നിങ്ങൾക്ക് കൊണ്ടുതന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം, എന്റെ റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യരുത്. ഇത് പറഞ്ഞ അതിനർത്ഥം എന്താ? എന്റെ ഹബീബിന്റെ ഹദീസ് പഠിക്കണം. ഈ ആയത്തല്ലേ ഈ പറയുന്ന ഹദീസ് പഠിക്കണം. അപ്പൊ എങ്ങനെ ഞങ്ങൾ ഖുർആനുള്ളത് സ്വീകരിക്കൂല, അപ്പുറത്തേക്ക് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അവര് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, ഹദീസ് എന്താണെന്ന് അറിയില്ല. ഖൗമുൻ ജാഹിലൂൻ അഅ്രിദ് അനിൽ ജാഹിലീൻ. അവർക്ക് ഉത്തരം കൊടുക്കാനും മറുപടി കൊടുക്കാനും പോയിട്ട് കാര്യമില്ല. ഹദീസിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ മനോഹരമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ലൗ ഹമ്മ റജുലുൻ ബിസ്സീനി ബിവദ്ഇൽ ഹദീസ് ലഅലിമഹു ഉനാസുൻ ബിബഗ്ദാദ് ഫഖാലു ഫുലാനുൻ കദ്ദാബുൻ വാദിഉൻ. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയാ, ചൈനയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ലൗ ഹമ്മ റജുലുൻ ബില്ലൈലി വദഅ ഹദീസിൻ, ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത ഒരു ഹദീസ് ചൈനയിലുള്ള ഒരു മനുഷ്യൻ ഒരു രാത്രി സമയത്ത് തീരുമാനിക്കുകയാണ്, ഞാൻ നുണയായി ഒരു ഹദീസ് രേഖപ്പെടുത്താൻ പോവാണ് എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണെങ്കിൽ ലഅലിമഹു റിജാലുൻ ബിബഗ്ദാദ്. ചൈനയിൽ കിടക്കുന്ന മനുഷ്യൻ രാത്രിയിൽ തീരുമാനിച്ചത് ഒരു കള്ള ഹദീസ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ ഇങ്ങിവിടെ ഇറാഖിൽ കിടക്കുന്ന ബഗ്ദാദിൽ കിടക്കുന്ന ഹദീസിന്റെ പണ്ഡിതന്മാർ അവർക്കത് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഫഖാലു ഫുലാനുൻ കദ്ദാബുൻ വാദിഉ, ഇന്ന ആൾ ഹദീസ് നുണ പറയുന്ന മനുഷ്യനാണ്, അയാൾ നുണയനാണ്, നുണ പറയുന്നവനാണ്, ഹദീസ് നുണയായി പടച്ചുണ്ടാക്കുന്ന ആളാണെന്ന് ബഗ്ദാദിൽ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു ഇൽഹാം കൊടുക്കും. ആര് പറഞ്ഞു? ഇമാമുന ബുഖാരി തങ്ങൾ. അത് ഹദീസിന്റെ ഒരു പ്രത്യേകതയാണ്. ചൈനയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ തീരുമാനിച്ചൊരു കള്ള ഹദീസ് എഴുതണമെന്ന് നേരം വെളുക്കും മുമ്പ് ബഗ്ദാദിലെ പണ്ഡിതന്മാർ ആ ആലോചിച്ച മനുഷ്യനെ കുറിച്ച് ഇവിടുന്ന് പറയും, ആ മനുഷ്യൻ നുണ പറയുന്ന ആളാണ്, ഹദീസിൽ കള്ള ഹദീസ് കടത്തിക്കൂട്ടുന്ന ആളാണ്. അങ്ങനെ ഒരു പവർ ഈ ദീനിൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇത് ദീനിന്റെ ഹിഫ്ളാണ്. ബുഖാരി ഇമാം പറയാറുണ്ട്, ഞാൻ ഏതൊരു ഹദീസും എന്റെ കൈകൊണ്ട് രേഖപ്പെടുത്തുന്നതിന്റെ മുമ്പ് ഇല്ലാ വറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമി, ഓരോ ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടിയും 2 റക്അത്ത് നിസ്കരിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
സ്വപ്നത്തിൽ കാണുകയും പുണ്യനിബിതങ്ങൾ ഇത് സ്വഹീഹാണെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ എൻ്റെ സ്വഹീഹിൽ ഹദീത്തുകളെ രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞ മഹാനാണ് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി എന്ന് പറയുന്ന ബുഖാരി ഇമാം.